ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വാഹനമാണ്. അവർ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന അവരുടെ വെള്ളം കൊണ്ടുവരുന്ന വാഹനം. ആ ടാങ്കർ കൂടി ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ച് ഫയർഫോഴ്സിന്റെ യൂണിറ്റിന് കൂടുതൽ വെള്ളം നൽകുന്നതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ കൂടി ഇങ്ങോട്ടെത്തി ആ വാഹനം ഇപ്പോൾ അങ്ങോട്ട് എത്തിക്കുകയാണ്. അതുവഴി വെള്ളം അവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം. കാരണം ഫയർഫോഴ്സിന്റെ ഇവിടെയുള്ള സൂചിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ ആകെ പല സ്ഥലത്തേക്ക് തീ പടർന്നിട്ടുണ്ട്. 100 കണക്കിന് കടകൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പുറകോട്ടൊക്കെ നിരവധി കടകളുണ്ട്, ബസ് സ്റ്റാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ പള്ളിയുണ്ട്. നിരവധി ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ജോലിയൊക്കെ കഴിഞ്ഞ ആളുകൾ മടങ്ങിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വലിയ ജനത്തിരക്കുള്ള പ്രദേശം കൂടിയാണ് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡും പരിസരവും എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വഴിയിലൂടെ മാത്രമേ ഫയർഫോഴ്സിന് കടക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുമ്പോൾ മറ്റു വഴികളിലൊക്കെ മറ്റിടത്തേക്കൊക്കെ തീ പടർന്നിട്ടുണ്ട്. അവിടെയൊക്കെ തീ അണയ്ക്കാനുള്ള ശ്രമം ഏറെ ദുഷ്കരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചോദ്യം ആവർത്തിക്കാമോ? അതായത് പല വഴികൾ ഉണ്ട് ആ അകത്തേക്ക് കടക്കാനെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പക്ഷേ ഒരു വഴിയിലൂടെ മാത്രമേ ഈ ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഉള്ളിലേക്കൊക്കെ തീ പടർന്ന സ്ഥലത്തേക്കൊക്കെ തീ അണയ്ക്കാനുള്ള ശ്രമം ഏറെ ദുഷ്കരമാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആ വഴികൾ എന്ന് പറഞ്ഞാലും ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾക്കൊന്നും ഈ കെട്ടിടത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ പോകാൻ സാധിക്കുന്ന വഴികളല്ല. ആ നിലയ്ക്ക് വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങോട്ട് മറ്റ് വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെയുള്ള ഒരു പ്രധാന പ്രശ്നമായി പോലീസിനെ ഉൾപ്പെടെ ബാധിച്ചിരിക്കുന്നത് ഈ വലിയ ആൾക്കൂട്ടം രൂപപ്പെട്ടിരിക്കുന്നു. ആ ആൾക്കൂട്ടം റോഡിൽ തിങ്ങി നിറഞ്ഞ് നിന്നതോടുകൂടി പോലീസിനും ഫയർഫോഴ്സിനും ഒക്കെ ഈ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾക്ക് മുന്നോട്ട് വരുന്നതിനും ഒപ്പം തന്നെ ഫയർഫോഴ്സിനെ സഹായിക്കുന്നതിനായി എത്തിയ മറ്റ് ഈ വെള്ളവുമായി എത്തിയ ടാങ്കറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇവിടെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. വടംകെട്ടി ഉൾപ്പെടെ ആളുകളെ മാറ്റി നിർത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫയർഫോഴ്സിന്റെ ഇവിടെ എത്തിയ യൂണിറ്റുകൾക്കൊപ്പം തന്നെ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള സഹകരണത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഈ തീ കെടുത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ടാങ്കറുകൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്ന് ഒരു തളിപ്പറമ്പ് നഗരത്തിൽ വെള്ളം വിതരണം ചെയ്യുന്ന ഒരു സ്വകാര്യ കമ്പനിയുടെ വാഹനമാണ്. മറ്റൊന്ന് ദേശീയപാത നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന അവിടെ ആ കമ്പനിയുടെ ഒരു വാഹനം കൂടി എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഫയർഫോഴ്സും നാട്ടുകാരും ഒരുമിച്ച് ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ റൂറൽ പോലീസ് കമ്മീഷണർ തന്നെ ഇവിടെ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഏകോപിപ്പിച്ചുകൊണ്ട് സ്ഥലത്തുണ്ട്. കമ്മീഷണറുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘം ഇവിടെയുണ്ട്. കമ്മീഷണർ തന്നെ നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മറ്റ് നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇങ്ങോട്ട് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും തീ അണക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്, തീ കെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ ആദ്യം തീ പിടിച്ച ഭാഗത്ത്, അതായത് ഈ ദേശീയപാതയോട് ചേർന്ന ഭാഗത്തെ കടകളിൽ തീ അണക്കാൻ ഏകദേശം നിയന്ത്രണ വിധേയമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രധാനമായും ഈ പിറകു വശത്തേക്ക് പടർന്നുകൊണ്ടിരിക്കുന്ന തീയാണ്. ആ തീ കെടുത്തുക എത്രയും പെട്ടെന്ന്. ഇനി അങ്ങോട്ട് അതിന് പിറകു വശത്തേക്ക് തീ പോകാതിരിക്കുക, തീ പടരാതിരിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 7 or 8 യൂണിറ്റുകൾ ഇവിടെ സ്ഥലത്തുണ്ടെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായ എണ്ണം ഇപ്പോൾ ലഭ്യമല്ല. നാട്ടുകാർ നേരത്തെ പറഞ്ഞ കാര്യം 2 യൂണിറ്റുകൾ ആദ്യ കാമണിക്കൂറിനുള്ളിൽ എത്തി എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും തളിപ്പറമ്പിൽ നിന്നുള്ള യൂണിറ്റുകളാണ്. തളിപ്പറമ്പ് നഗരത്തോട് ചേർന്ന് തന്നെ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മാത്രം മാറിയാണ് ഫയർഫോഴ്സിന്റെ യൂണിറ്റ് ഉള്ളത്. അവിടെ നിന്ന് വാഹനം 2 യൂണിറ്റുകൾ എത്തി. പക്ഷേ നാട്ടുകാർ പറയുന്ന പോലെ അതിലൊന്ന് ചെറിയ വാഹനമായിരുന്നു. ആ വാഹനത്തിൽ നിന്ന് ഈ പറയുന്ന 4ാമത്തെ നിലയിലൊക്കെ തീ പിടിച്ചപ്പോൾ അങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിൽ നിന്നും മട്ടന്നൂരിൽ നിന്നും എല്ലാം തന്നെ വാഹനങ്ങൾ, ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഏകദേശം 8ഓളം യൂണിറ്റുകൾ ഇപ്പോൾ തളിപ്പറമ്പിലുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ആ 8 യൂണിറ്റുകളിലുള്ള വെള്ളം പോലും ഈ തീ കെടുത്താൻ മാത്രം പോരാ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സ്വകാര്യ കുടിവെള്ള വിതരണ ഏജൻസികൾ, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വർക്ക് ഏറ്റെടുത്ത കമ്പനിയുടെ കരാറിലോടുന്ന വാഹനം, ഇതെല്ലാം തന്നെ വെള്ളവുമായി ഇപ്പോൾ തളിപ്പറമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ പരമാവധി വേഗത്തിൽ ഈ തീ അണക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത് ഇത് പിറകോട്ട്, ഇനിയും ഈ കെട്ടിടത്തിന്റെ പിറകോട്ട് തീ
കണ്ണൂർ തളിപ്പറമ്പിലാണ് വലിയ തീപിടുത്തമുണ്ടായത്. ബസ് സ്റ്റാൻഡിലെ KV കോംപ്ലക്സിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. നിരവധി കടകൾക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ചെരുപ്പ് കടയിൽ നിന്നും പടർന്ന തീയാണ് പിന്നീട് മറ്റ് കടകളിലേക്ക് പടർന്നിരിക്കുന്നത്. വൻ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ ഒരു തീപിടുത്തം തുടങ്ങുന്നത്. അതിന് പിന്നാലെ ആ ഒരു പ്രദേശത്തെ കടകൾ മുഴുവൻ ഇത്തരത്തിൽ തീ വിഴുങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. ബസ് സ്റ്റാൻഡിലെ KV കോംപ്ലക്സിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നിരവധി കടകൾക്ക് തീ പിടിച്ചു. പ്രദേശവാസികൾ അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി എത്തിയിരുന്നു. കണ്ണൂരിലുള്ള സജ്ജമാക്കാൻ പറ്റുന്ന എല്ലാവിധ ഫയർഫോഴ്സ് വാഹനങ്ങളും അവിടേക്ക് എത്തി അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം അവിടുത്തെ സ്വകാര്യ കുടിവെള്ള കമ്പനികൾ പോലും ഈ ഒരു തീ അണയ്ക്കാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായി ചേരുന്നു എന്നുള്ളതാണ്. വലിയ തീപിടുത്തമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് തീ അണയ്ക്കാൻ സാധിക്കില്ല. അത് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഉള്ളിലേക്കൊക്കെ നിരവധി കടകളുള്ള ഒരു പ്രദേശമാണ്. വൈകുന്നേരം 5 മണി എന്ന് പറയുമ്പോൾ ആളുകൾ ജോലിയെല്ലാം കഴിഞ്ഞ് മടങ്ങി എത്തുന്ന ഒരു സമയം കൂടിയാണ്. ബസ് സ്റ്റാൻഡ് സമീപമുണ്ട്. അത്തരത്തിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സ്ഥലമാണ്. നിരവധി കടകളുണ്ട്. അവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ആളുകൾ എത്തുന്ന ഒരു സമയത്താണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ നമ്മുടെ നിഖിൽ അളവൂരാണ് വിവരങ്ങളുമായി ചേർന്നത്. നിഖിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ദുഷ്കരമാകുന്നത് എന്ന് പറഞ്ഞാൽ നിരവധി ആളുകൾ അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആൾക്കൂട്ടത്തെ കൂടി നിയന്ത്രിക്കേണ്ട ഒരു സ്ഥിതി കൂടി, ഒരു സാഹചര്യം കൂടി ഉണ്ട് അവിടെ എന്നുള്ളതാണ്. നിഖിൽ, ഇപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി? തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. അതിനുള്ള കഠിന പ്രയത്നം എന്ന് തന്നെ പറയേണ്ടി വരും. തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിന്റെ 8ഓളം യൂണിറ്റുകളുണ്ട്. അതിലേക്ക് വെള്ളം എത്തിക്കാൻ സ്വകാര്യ കുടിവെള്ള വിതരണ ഏജൻസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് ഉണ്ട്. നാട്ടുകാർ പൂർണ്ണ സഹായവുമായി ഒപ്പമുണ്ട്. പക്ഷേ ഈ പറയുന്ന ഇത്രയും സമയമായിട്ടും ഈ തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ ഈ നമ്മൾ പറഞ്ഞതുപോലെ തൊട്ടടുത്തുള്ള ഒരു ട്രാൻസ്ഫോമറിൽ നിന്നൊരു ചെരുപ്പ് കടയിലേക്ക്, അവിടെ നിന്ന് മറ്റ് കടകളിലേക്ക് പടർന്നു എന്നതാണ് പറഞ്ഞത്. ആ തീപിടുത്തത്തിൽ ആദ്യ സ്റ്റേജിൽ തന്നെ ഇതിന്റെ മുൻനിരയിലുണ്ടായിരുന്ന, ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന ഈ KV കോംപ്ലക്സിന്റെ മുൻനിരയിലുണ്ടായിരുന്ന 3 നിലകളിലെയും കടകളിലേക്ക് തീ പടർന്നു. അത് പിന്നീട് അത് നിയന്ത്രിക്കാൻ തന്നെ ഏറെ സമയം പണിപ്പെടേണ്ടി വന്നു. ഇപ്പോൾ ആദ്യം കത്തിയ ഭാഗത്ത് ഏകദേശം പൂർണ്ണമായും കത്തി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. തീ കെടുത്തി എന്ന് പറയുന്നതിനേക്കാൾ അവിടെ ആ ഭാഗം പൂർണ്ണമായും കത്തി തീർന്നിരിക്കുകയാണ്. അവിടെ ചെരുപ്പ് കടയുണ്ടായിരുന്നു, ഫാൻസി കടയുണ്ട്, അതിന്റെ മുകളിൽ ഈ പാത്രങ്ങളൊക്കെ സൂക്ഷിച്ച സ്ഥലമുണ്ട്. അതെല്ലാം തന്നെ പൂർണ്ണമായും കത്തി തീർന്നു. ഇപ്പോൾ അതിന്റെ പിറകു വശത്തേക്കാണ് തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. അത് കെടുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ പിറകിലേക്ക് കുറെ കടകളുണ്ടോ? ഇതിന്റെ പിറകിൽ 150 കടകൾ മുകളിലുണ്ട്. എന്തൊക്കെ കടകളുള്ളത്? പച്ചക്കറി കടകളുണ്ട്, ഹോട്ടലുണ്ട്, അനാദി കടകളുണ്ട്, പിന്നെ അതുപോലെ വസ്ത്രാലയമുണ്ട്. അത് മാത്രമല്ല, വണ്ടികൾ ഒരിക്കലും ഉള്ളിലേക്ക് കയറാനുള്ള സംവിധാനമില്ല. ഒരു വഴിയുമില്ല. ഇല്ല, അതല്ല, ഒരു ബൈക്കിലും ഓട്ടോറിക്ഷയും പോകാനുള്ള സംവിധാനമുള്ളൂ. ഒരിക്കലും വലിയ വണ്ടികൾ പോകാനുള്ള സംവിധാനമില്ല. പഴയ കടകളാണ് മൊത്തം ഉള്ളത്. അത് മാത്രമല്ല, പള്ളിയാണ് അതിന്റെ ബേക്കിലുള്ളത്. അപ്പുറം ബസ് സ്റ്റാൻഡാണ് ഉള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇവിടുന്ന് ഇനി ഉള്ളിലേക്കാണ് തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഉള്ളിലേക്ക് ഒരിക്കലും ഫയർഫോഴ്സ് ഈ 3-4 മണിക്കൂറായിട്ട് പോലും ഉള്ളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഇതുവരെ ആയിട്ടില്ല. അതെങ്ങനെയാണ് എത്തിക്കാൻ കഴിയുക? വാഹനങ്ങൾ പോകില്ലെങ്കിൽ മറ്റു സംവിധാനം പൈപ്പ് ഉപയോഗിച്ച് തന്നെ എത്തിക്കേണ്ടി വരും. പൈപ്പ് ഉപയോഗിച്ച് എത്തിക്കേണ്ടി വരും. ഇവിടെ മൊത്തം ഫസ്റ്റ് സ്ഥലം കിടത്തിയിട്ട് വേണം അതിന് ഉള്ളിലേക്ക് സംവിധാനം കയറാൻ. അല്ലാതെ ഒരു കാരണവശാലും ഉള്ളിലേക്ക് കയറാനുള്ള സംവിധാനമില്ല. ഫയർഫോഴ്സിനും പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ മാത്രമല്ല അവർക്കും പോകാൻ പറ്റുള്ളൂ. അതെന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ മൊത്തം കോക്കറി ഐറ്റംസുകൾ, പാത്രങ്ങൾ, അങ്ങനെയെല്ലാം. അത് പൊട്ടി ഓരോ ചില്ലുകളും മറ്റുള്ള സാധനങ്ങളെല്ലാമായിട്ട് പൊട്ടി വീഴുവാണ്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് കടത്തുമ്പോൾ തന്നെ ഗ്ലാസുകൾ, മറ്റുള്ള സാധനങ്ങളെല്ലാം പൊട്ടി താഴേക്ക് പോവാം. ഒരിക്കലും ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. തീപിടുത്തം ഉണ്ടായ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. തീപിടുത്തുള്ളപ്പോൾ സമയത്തുള്ള ഇത് ആ ഷോപ്പുകാരനാണ് ആദ്യം കണ്ടത്. ആ ഷോപ്പിലെ ഇത് ട്രാൻസ്ഫോമറിനാണ് തീ പടർന്നതെന്നാണ് പറഞ്ഞത്. ട്രാൻസ്ഫോമറിന് തീ പടർന്ന് ഉള്ളിലേക്ക് വരുന്ന കണ്ടപ്പം അവർ ആ തുണി പറിച്ചു മാറ്റാൻ നോക്കുക എന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ഉള്ളിലേക്ക് തീ പടർന്നു പോയത്. അത് മാത്രമല്ല, ഒരു ഫയർഫോഴ്സ് വണ്ടിയാണ് ആദ്യം വന്നത്. അതും വളരെ സ്ലോയിലായിരുന്നു. ആദ്യം നല്ല രീതിയിൽ തന്നെ ഇവർക്ക് കടത്താൻ സംവിധാനം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പറ്റുമായിരുന്നു. ഇതൊരു ടൗണാണ്. ഉൾഗ്രാമമാണെങ്കിൽ നമുക്ക് പറയാം എത്താനുള്ള താമസമുണ്ടെന്ന്. ഒരിക്കലും ഉൾഗ്രാമമല്ല, ടൗണാണിത്. അപ്പോൾ ഈ ടൗണിലേക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറമാണ് ഫയർഫോഴ്സ് ഉള്ളത്. അവർ തന്നെ വളരെ സ്ലോയിലല്ല, എന്നാലും ഒരു വണ്ടി എത്തിയിട്ടുള്ളൂ. ആദ്യം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളതാണ്. ഏതായാലും അത്തരത്തിലാണ് നാട്ടുകാർ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്, എങ്ങനെയാണ് മറ്റു കടകളിലേക്ക് കടന്നത്. ഇപ്പോഴും ഇവർ പറയുന്ന ഒരു ആശങ്ക അതാണ്. നമ്മൾ ഈ പറയുന്ന ഈ മുൻനിര ഭാഗം കഴിഞ്ഞാൽ ഇതിന്റെ പിറകോട്ട് 150ഓളം കടകളുണ്ടെന്നാണ് അവർ പറയുന്നത്. അവിടെ ഒരു മസ്ജിദ് ഉണ്ട്. അങ്ങോട്ട് നിലവിൽ ഈ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾക്കോ പോകാനുള്ള സംവിധാനമില്ല. റോഡ് സൗകര്യം പോലുള്ളവ ഇല്ല. ബൈക്ക്, ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങൾക്കാണ് പരമാവധി അങ്ങോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സിന്റെ നിലവിലുള്ള ഇവിടെയുള്ള ഈ
സംവിധാനം ഉപയോഗിച്ച് അങ്ങനെ തീ കെടുത്തണമെങ്കിൽ അതിന്റെ ഹോസ് അത്രത്തോളം നീളത്തിൽ കൊണ്ടുപോകണം. പക്ഷേ ഈ തീ പിടിച്ച ഭാഗം കടന്ന് അങ്ങോട്ട് പോവുക എന്നുള്ള ഒരു വിഷയമായി ഇവിടെ നിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ആ ഭാഗത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ വെളിച്ചം ഉൾപ്പെടെ സജ്ജീകരിച്ച് ആ ഭാഗത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നു, അങ്ങ് പിറകുവശത്തേക്ക് പോകുന്നതിനുള്ള. ഇപ്പോൾ ഏകദേശം തീ നിയന്ത്രണ വിധേയം എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഈ 4ാമത്തെ നിലയിൽ പിറകുവശത്ത് ഉള്ള ഒരു ചെറിയൊരു തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗം, ഒപ്പം തന്നെ 2ാമത്തെ നിലയിൽ ദേശീയപാതയുടെ ഭാഗത്തുള്ള ഒരു സ്ഥലം, ഈ ഭാഗങ്ങളും ഒപ്പം തന്നെ ഈ ആദ്യം തീ പിടിച്ചതിന് തൊട്ടടുത്ത ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗിലും ചെറിയ തോതിൽ ഇപ്പോൾ തീ പടരുന്നുണ്ട്. അതിന്റെ മുൻവശത്ത് ബോർഡ് ACP വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൂർണ്ണമായും കത്തി താഴേക്ക് വീണിട്ടുണ്ട്. ഒരു നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഭീകരമായ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരുന്നു. ആ മാറ്റം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ തീ പൂർണ്ണമായും അണക്കുക എന്നതിലേക്ക് എത്തിയിട്ടില്ല. ഒപ്പം ഇത് പിറകോട്ട് തീ പടർന്നിട്ടുണ്ടോ എന്നൊരാശങ്ക കൂടിയാണ്. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഫയർഫോഴ്സിന്റെ കൂടുതൽ യൂണിറ്റുകളൊക്കെ സ്ഥലത്ത് എത്തിയതോടുകൂടി ഇപ്പോൾ ഈ പൂർണ്ണമായും ഈ തീ അണക്കുന്നതിലേക്ക് എത്തുന്നു എന്നാണ് മറ്റ് യൂണിറ്റുകൾ. ശരി നിഖിൽ, എന്തായാലും തീ ഏകദേശം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. വലിയ തീപിടുത്തമാണ് കണ്ണൂർ തളിപ്പറമ്പിൽ ഉണ്ടായത്. ബസ് സ്റ്റാൻഡിലെ KV കോംപ്ലക്സിലാണ് തീപിടുത്തം ഉണ്ടായത്. 100 കണക്കിന് കടകളാണ് അവിടെ ഉള്ളത്. ആ കടകളിലേക്കൊക്കെ തീ പടർന്നിരിക്കുകയാണ്. ചെറിയ വഴി മാത്രമാണ് അവിടേക്ക് തീ അണയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഏറെ ദുഷ്കരമാണ് എന്നുള്ളതാണ്. ഏകദേശം തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചെറിയിടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ തീ പടരുന്നത് എന്നുള്ളതാണ്. മുഴുവനായും തീ അണച്ചാൽ മാത്രമേ എന്താണ് ശരിക്കുമുള്ള നാശനഷ്ടം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരികയുമുള്ളൂ.